നമസ്കാരം. നമുക്ക് ഈ കേക്ക് ഉണ്ടല്ലോ, ക്രിസ്മസിന് ഉള്ള കേക്ക് മുറിക്കുന്നത് തെറ്റാണ്. കേക്ക് മുറിക്കാൻ പാടില്ല. അതും വിശേഷിച്ച് രണ്ട് സമുദായ നേതാക്കന്മാർ അല്ലെങ്കിൽ സമുദായ പ്രമുഖർ കേക്ക് മുറിക്കരുത്. പുതിയ വിവാദം നമ്മുടെ സാദിഖ് അലി ശിഹാബ് തങ്ങൾക്ക് എതിരെയാണ്. സാദിഖ് അലി ശിഹാബ് തങ്ങൾ നമുക്കറിയാം, പാണക്കാട് മുസ്ലിം ലീഗിൻ്റെ ഒരു എണ്ണപ്പെട്ട നേതാക്കന്മാരിൽ ഒരാളെന്നല്ല, മുസ്ലിം ലീഗിൻ്റെ തന്നെ നേതാവാണ് പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ എന്ന് പറഞ്ഞാൽ. അദ്ദേഹം ഈ അടുത്ത സമയത്ത് ഒരു കേക്ക് മുറിക്കൽ വിവാദത്തിൽ അകപ്പെട്ടുപോയി. ആ കേക്ക് മുറിക്കൽ അങ്ങനെ അതായത് ബിഷപ്പ് വർഗീസ് ചക്കാലക്കൽ, അതായത് കാലിക്കട്ട് രൂപതയുടെ ആളാണ്. അദ്ദേഹത്തിന് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ കേക്ക് മുറിക്കും, ക്രിസ്മസ് ഒക്കെ അല്ലേ, കേക്ക് മുറിക്കണം. അങ്ങനെ കേക്ക് മുറിച്ചു. അവർ സൗഹൃദത്തിൻ്റെ ഭാഗമായി കേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറി കേക്ക് ഭക്ഷിക്കുകയും ചെയ്തു, കഴിക്കുകയും ചെയ്തു. പക്ഷേ തെറ്റായിപ്പോയി. ഈ തെറ്റായിപ്പോയെന്ന് പറയുക SKSSF എന്ന് പറയുന്ന മുസ്ലിങ്ങളുടെ സംഘടനയുണ്ട്. ആ സംഘടനയുടെ ഒരു നേതാവുണ്ട്, അതായത് ഹമീദ് ഫൈസി അമ്പലക്കാട്. പുള്ളിക്കകത്ത് അങ്ങോട്ട് പിടിച്ചിട്ടില്ല. എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? ഇതൊക്കെ തെറ്റല്ലേ? അല്ല, മറ്റൊരു സമുദായത്തിൻ്റെ ആചാരങ്ങളുമായി ബന്ധപ്പെട്ട് മുസ്ലിം സമുദായത്തിൻ്റെ തന്നെ പ്രമുഖനായ ഒരു നേതാവ്, ലീഗിൻ്റെ പ്രമുഖനായ ഒരു നേതാവ്, അതോടൊപ്പം തന്നെ ഖാസിയായ ഒരാൾ, അങ്ങനെയുള്ള ഒരാൾ ഒരു ക്രിസ്ത്യാനി ആയ ഒരാൾക്കൊപ്പം ചേർന്നിരുന്നു കൊണ്ട് ക്രിസ്തുമസിൻ്റെ ദിവസം പോയി കേക്ക് മുറിക്കുക, അത് കഴിക്കുക, തെറ്റാണ്. ഇതൊന്നും നമ്മുടെ ആചാരപ്രകാരം ശരിയായ നടപടിയല്ല. മുസ്ലിം ലീഗ് എന്ന് പറഞ്ഞാൽ പലപ്പോഴായി കുഞ്ഞാലിക്കുട്ടിയും സാദിഖ് അലി ശിഹാബ് തങ്ങളും ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താ? ഇത് ഒരു മതേതര പാർട്ടിയാണ് മുസ്ലിം ലീഗ്, പേരിന് മാത്രമേ മുസ്ലിം എന്നുള്ളൂ, ഞങ്ങളൊരു മതേതര പാർട്ടിയാണെന്ന് നാഴികയ്ക്ക് 40 വട്ടം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ് ഈ സാദിഖ് അലി ശിഹാബ് തങ്ങളും കുഞ്ഞാലിക്കുട്ടിയും ഒക്കെ. അപ്പോൾ ആ സാദിഖ് അലി ശിഹാബ് തങ്ങളെ തന്നെ തിരുത്താനാണ് ഈ ഹമീദ് ഫൈസി അമ്പലക്കാട് ശ്രമിക്കുന്നത്. ആ തെറ്റാണ്, നിങ്ങൾ ചെയ്തത് തെറ്റാണ്. അപ്പോൾ എവിടെയാണ് മുസ്ലിം ലീഗിൻ്റെ മതനിരപേക്ഷത എന്ന് നമ്മൾ ആലോചിക്കണം. അതോടൊപ്പം അപ്പോൾ ഈ പറഞ്ഞു, അല്ല അത് ശരിയാണ്, അത് ചെയ്തത് തെറ്റൊന്നുമല്ല, അതിൽ വലിയ തെറ്റൊന്നുമില്ല എന്ന് പറയേണ്ട ഈ SSFൻ്റെ നേതാവും വന്ന് ചാടിയിട്ടുണ്ട്. അതായത് അദ്ദേഹം ചെയ്തതിൽ തെറ്റൊന്നുമില്ല, പക്ഷേ അത് സൗഹൃദത്തിൻ്റെ ഭാഗമാണെങ്കിൽ ആ ചെയ്തതിൽ തെറ്റില്ല. കാര്യം സൗഹൃദത്തിൻ്റെ ഭാഗമായതുകൊണ്ട് ഒരു കേക്ക് മുറിച്ച് കഴിക്കാം, അതിൽ തെറ്റൊന്നുമില്ല. അതേസമയം ക്രിസ്തീയ മതാചാരപ്രകാരമുള്ള ചടങ്ങായിരുന്നു ഇതെങ്കിൽ നിങ്ങൾ അങ്ങനെ ചെയ്തത് തെറ്റായിപ്പോയി. ഇങ്ങനെ രണ്ട് തരത്തിലുള്ള അഭിപ്രായങ്ങളാണ് ഒരു കേക്ക് മുറിച്ചൊരു ശകലം ഒരു കഷ്ണം കഴിച്ചതിന് ഈ പറയുന്ന പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കൂ, എത്രയിടം വരെ എത്തി നിൽക്കുന്നു ഇവർക്കുള്ളിലെ, അല്ലെങ്കിൽ ഈ പറയുന്ന ലീഗിനുള്ളിലെന്നല്ല, ലീഗിന് പുറത്ത് നിൽക്കുന്ന മുസ്ലിം സംഘടനകളുടെ വർഗീയ ആ ഒരു രീതി എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പച്ചയ്ക്ക് വർഗീയത പറയുക. ഇവിടെ നമ്മളൊന്ന് ആലോചിച്ച് വയ്ക്കുക. പിന്നീട് പറയാം, 2015 അബ്ദുറബ് ഒരു സാഹചര്യത്തിൽ വിളക്ക് കത്തിക്കാൻ വേണ്ടി കയറി. ആലോചിക്കുക, അദ്ദേഹം അത് വിദ്യാഭ്യാസ മന്ത്രിയാണ്, പൊതുവിദ്യാഭ്യാസ മന്ത്രിയായിരിക്കുന്ന സമയം. അദ്ദേഹം വിളക്ക് കത്തിക്കാനായിട്ട് കയറുന്നു. വിളക്ക് കത്തിക്കാൻ അദ്ദേഹത്തിന് ഹറാമാണത്രേ, വിളക്ക് കത്തിക്കാൻ പാടില്ല. കേരളത്തിലെ സർവമാന വിദ്യാർത്ഥികൾക്കും ഒരു മാതൃക കാട്ടിക്കൊടുക്കേണ്ട, വിദ്യാർത്ഥികളെ നേരായ വഴിക്ക് നടത്താൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യേണ്ട ഒരു മന്ത്രി കാണിച്ചതാണ് എന്ത്? ഈ രീതിയിൽ വിളക്ക് കത്തിക്കാതെ കയറി, വിളക്ക് കത്തിക്കാൻ വിസമ്മതിച്ചു. അപ്പോൾ ഇദ്ദേഹം പറയുകയാണ്, അത് നിങ്ങൾ കാണേണ്ടിയിരുന്നില്ലേ, അല്ലേ? അപ്പം നിങ്ങളത് കാണേണ്ടിയിരുന്നില്ലേ? അത് നിങ്ങളുടെ മനസ്സിൽ വേണ്ടേ? ആരോട് ചോദിക്കുകയാണ്? സാദിഖ് അലി ശിഹാബ് തങ്ങളോട്. ഒരുപക്ഷെ മതേതരത്വം, എനിക്ക് തോന്നുന്നു ഈ മുസ്ലിം ലീഗിൻ്റെ കൂട്ടത്തിൽ അല്പമെങ്കിലും മതേതരത്വം മനസ്സിൽ സൂക്ഷിച്ച് നടക്കുന്ന ഒരു മനുഷ്യനാണ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ എന്ന് എനിക്ക് തോന്നുന്നു. ഒരു നല്ല വ്യക്തിത്വത്തിനുടമയാണ് അദ്ദേഹം. അതുകൊണ്ടാണല്ലോ രമേശ് ചെന്നിത്തലയെ കുറ്റം പറയാതെ രമേശ് ചെന്നിത്തലയെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് സംസാരിച്ചത്. ചില കാര്യങ്ങൾ അദ്ദേഹം പുലർത്തുന്ന നിലപാടുകൾ വളരെ വ്യക്തതയോടുകൂടിയ നിലപാടുകളാണ്. അദ്ദേഹം എടുത്ത നിലപാടിനെതിരെയാണ് ഇപ്പോൾ സംസാരിച്ചിരിക്കുന്നത്. കാര്യം മറ്റൊന്നുമല്ല, ഇപ്പം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കർദിനാൾ മാർ ക്ലിമിസ് എന്ന് പറഞ്ഞ ഒരാളുണ്ട്, കത്തോലിക്ക സഭാധീശനായിട്ടുള്ള ഒരു മനുഷ്യനുണ്ട്. അദ്ദേഹം ഈ പറയുന്ന സാദിഖ് അലി ശിഹാബ് തങ്ങൾ മുനമ്പം വിഷയവുമായി ബന്ധപ്പെട്ട് എടുത്തിട്ടുള്ള ചില കാര്യങ്ങളിൽ തീരുമാനം അറിയിച്ചിട്ടുണ്ട്. അതായത് അത് നല്ലൊരു കാര്യമാണെന്നും അവിടെ ഒരു ഇതിനെ പലരും വർഗീയ മുതലെടുപ്പിന് ശ്രമിച്ചു എന്നുള്ളതാണ്. അവിടെ ഒരു രാഷ്ട്രീയ വർഗീയ മുതലെടുപ്പിനുള്ള ശ്രമമായിരുന്നു വഖഫ് വിഷയവുമായി ബന്ധപ്പെട്ട് മുനമ്പത്ത് നടന്ന സമരത്തെ പലരും കണ്ടത്. അതിലെ ഏറ്റവും കൂടുതൽ സ്കോർ ചെയ്യണം, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ഞങ്ങൾക്ക് വോട്ട് നേട്ടം ഉണ്ടാക്കണം എന്ന് കരുതി സമീപിച്ച ഒരാളായിരുന്നു അല്ലെങ്കിൽ നേതാക്കന്മാരായിരുന്നു BJPയുടേത് എന്ന് നമുക്കറിയാം. അത്തരത്തിലുള്ള വർഗീയ അജണ്ടകൾ മാറ്റിവെച്ചുകൊണ്ട് തീർത്തും മതനിരപേക്ഷമായ ഒരു നിലപാടുമായി മുൻപോട്ട് കൊണ്ടുപോയത്, അല്ലെങ്കിൽ അങ്ങനെ അവിടെ ഒരു വർഗീയ വിഷം അവിടെ ചീറ്റുന്ന ഒരു സാഹചര്യത്തിൽ വളരെ നല്ലൊരു നിലപാട് സ്വീകരിച്ച ഒരാളാണ്
സാദിഖ് അലി ശിഹാബ് തങ്ങൾ എന്ന് ഈ പറയുന്ന കത്തോലിക്ക സഭാധ്യക്ഷനായ മാർ കർദിനാൾ ക്ലിമീസ് പറയുകയുണ്ടായി. അപ്പം ഈ ഒരു സാഹചര്യം എല്ലാം കൂടെ കൂട്ടിച്ചേർത്തുകൊണ്ട്, അല്ലെങ്കിൽ ഈ സാഹചര്യങ്ങളെ കൂട്ടിച്ചേർത്ത് വായിച്ചു കഴിഞ്ഞപ്പോഴാണ് സത്യത്തിൽ ഈ പറയുന്ന ആൾക്കാർക്കെല്ലാം KSSF ഹമീദ് ഫൈസി അമ്പലക്കാടിനൊക്കെ ഇദ്ദേഹത്തോടൊരു എതിർപ്പുണ്ടാകുന്നത്. ഇദ്ദേഹം പതുക്കെ ഒരു ക്രിസ്ത്യാനിറ്റിയിലേക്ക് മടങ്ങിപ്പോകുമോ എന്നുള്ള ഒരു ചിന്ത, അല്ലെങ്കിൽ അദ്ദേഹം അതിലേക്ക് എത്തിച്ചേരുമോ എന്നൊക്കെയുള്ള ഒരു ചിന്ത ഇവരുടെ ഉള്ളിൽ ഇങ്ങനെ കൂലങ്കഷമായി നിൽക്കുന്നു. അപ്പോൾ അതിനിടയിൽ വളരെ മനോഹരമായി പറയുന്നുണ്ട്, SSF നേതാവ് പറയുന്നുണ്ട്, അതായത് അവിടെ ഒരു വലിയ കേക്ക് മുറിച്ചല്ലാതെ പിന്നെ എങ്ങനെ കഴിക്കും എന്നൊക്കെ അദ്ദേഹം ചോദിക്കുന്നുണ്ട്. എന്നിട്ടും അദ്ദേഹം പറയുന്നുണ്ട്, യഥാ സമുദായത്തിൻ്റെ ആചാരത്തിനനുസരിച്ചാണെങ്കിൽ ആ ചെയ്തത് തെറ്റാണ് എന്നുള്ള നിലപാട് തന്നെയാണ് അവർക്ക് എല്ലാവർക്കും ഉള്ളത് പൊതുവിൽ. അപ്പോൾ നമ്മുടെ സാദിഖ് അലി ശിഹാബ് തങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ ലീഗിൻ്റെ തന്നെ മതനിരപേക്ഷ മുഖമുള്ള ഒരു വ്യക്തി ഇങ്ങനെയൊക്കെ ചെയ്തു കൂട്ടിയപ്പോൾ അറിയാതെ എന്നല്ല, അവിടെ പോയിട്ട് ഒരു സമുദായത്തിൻ്റെ ഒരു നേതാവ് എന്നുള്ള നിലയിൽ പോയിരുന്നുണ്ട് ഒരു കേക്ക് മുറിച്ച് കഴിച്ചത് ഇത്ര വലിയ വിവാദമായി കേരളത്തിൽ പുകഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെയാണ് ഇപ്പോൾ ഇതിൻ്റെ ഒരു അവസ്ഥ. ലീഗിനെ സംബന്ധിച്ചിടത്തോളം, ലീഗ് അല്ലെങ്കിൽ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങളെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം വളരെ വ്യക്തതയുള്ള രാഷ്ട്രീയ നേതാവാണ്. വളരെ വ്യക്തതയോടുകൂടി മതനിരപേക്ഷതയോടുകൂടി കേരള സമൂഹത്തെ നോക്കിക്കാണുന്ന തീർത്തും മതനിരപേക്ഷനായ ഒരു വ്യക്തിത്വം കൂടിയാണ്. അദ്ദേഹത്തെയാണ് ഒരു കേക്ക് മുറിച്ചതിൻ്റെ പേരിൽ വളഞ്ഞിട്ട് ആക്രമിക്കുന്നത് എന്ന് നമുക്ക് പറയേണ്ടി വരും.